ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജനുവരി 27 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുൻപുള്ള വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി കാണുക. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമായ അടൽ സേതു ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. മുംബൈ ട്രാൻസ് ഹോബർ ലിങ്ക് എന്ന പേര് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് അടൽ സേതു എന്ന് പുനർനാമകരണം ചെയ്തത്. മുംബൈയിലെ ശിവഗിരി മുതൽ നവി മുംബൈയിലെ നവസേവ വരെ 22 കിലോമീറ്ററാണ് പാലത്തിന്റെ ദൈർഘ്യം. പാലത്തിന്റെ 16.5 കിലോമീറ്ററാണ് കടലിന് മുകളിലൂടെയുള്ളത്. 27 മീറ്റർ നീളമുള്ള പാലം 1089 തൂണുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം പരീക്ഷണം വിജയിപ്പിച്ച് ISRO. എക്സ്പോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച PSLV-C58 റോക്കറ്റിന്റെ അവസാന ഭാഗത്തുള്ള POEM മൊഡ്യൂളിലാണ് FCPS ഉണ്ടായിരുന്നത്. 350 കിലോമീറ്റർ ഉയരത്തിൽ 180 വോൾട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ഫ്യൂവൽ സെൽ നിർമ്മിച്ചത്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. രാജ്യത്തെ ആദ്യ സോളാർ ബഡ്ജറ്റ് ക്രൂയിസ് ബോട്ടായ ഇന്ദ്ര ആലപ്പുഴയിൽ നീറ്റിലിറക്കി. ശീതീകരിച്ച 2 നിലയുള്ള ക്രൂയിസാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 100 പേർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ബഡ്ജറ്റ് ഉല്ലാസയാത്രയുടെ ഭാഗമായി ജലഗതാഗത വകുപ്പാണ് ബോട്ട് സജ്ജമാക്കിയിരിക്കുന്നത്. 3.5 കോടി രൂപയാണ് ഇന്ദ്ര ക്രൂയിസിന്റെ നിർമ്മാണ ചെലവ്. കൊല്ലത്ത് നടന്ന 62ാമത് സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല വിജയികളായി. 952 പോയിന്റ് നേടിയാണ് കണ്ണൂർ സ്വർണ്ണ കപ്പ് നേടിയത്. കോഴിക്കോട് ജില്ല 2ാം സ്ഥാനവും പാലക്കാട് 3ാം സ്ഥാനവും നേടി. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രാജ്യങ്ങൾക്ക് ബ്രിക്സ് സമിതിയിൽ പുതുതായി അംഗത്വം നൽകി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സമിതിയിൽ അംഗത്വം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. 2010 ദക്ഷിണാഫ്രിക്കയാണ് അവസാനമായി സമിതിയിൽ ചേർന്നത്. ഈ വർഷം ഒക്ടോബറിൽ റഷ്യയിലാണ് 16ാമത് ഉച്ചകോടി നടക്കുക. ബംഗ്ലാദേശിൽ തുടർച്ചയായി 4ാം തവണയും പ്രധാനമന്ത്രിയായി ഷേഖ് ഹസീന. തിരഞ്ഞെടുപ്പ് നടന്ന 299 മണ്ഡലങ്ങളിൽ 233 എണ്ണത്തിലും ഹസീനയുടെ അവാമി ലീഗ് ജയിച്ചു. ബംഗ്ലാദേശിന്റെ സ്ഥാപകൻ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളാണ്. 1996 ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത്. 2001 അധികാരം നഷ്ടമായി. 2009 പ്രധാനമന്ത്രി പദത്തിൽ തിരിച്ചെത്തിയ ശേഷം 3 തിരഞ്ഞെടുപ്പിലും ജയിച്ചു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസ താരം ബെക്കൻ ബോവർ അന്തരിച്ചു. 1974 കളിക്കാരനായും 1990 പരിശീലകനായും ജർമ്മനിക്കായി ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. അന്തരിച്ച ബ്രസീലിന്റെ താരം മാരിയോ സഗാലോയ്ക്ക് ശേഷം ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന വ്യക്തിയാണ് ബോവർ. കൈസർ എന്നാണ് ഫുട്ബോൾ ലോകം ബെക്കൻ ബോവറെ വിളിച്ചിരുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഉസ്താദ് റഷീദ് ഖാൻ അന്തരിച്ചു. ഫ്യൂഷൻ സംഗീതത്തിലും ജുഗൽബന്ദിയിലും കഴിവ് തെളിയിച്ചു. സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടി. ചലച്ചിത്ര സംവിധായകൻ വിനു അന്തരിച്ചു. 1995 പുറത്തിറങ്ങിയ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയാണ് ആദ്യ ചിത്രം. കുസൃതി കാറ്റ്, ആയുഷ്മാൻ ഭവ ഉൾപ്പെടെ ഒട്ടേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം പൊതു തിരിച്ചറിയൽ നമ്പർ നൽകാനുള്ള നാഷണൽ എഡ്യൂക്കേഷൻ രജിസ്ട്രി സംവിധാനം 2026-2027 അധ്യയന വർഷം മുതൽ നിർബന്ധമാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു. എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ
ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രിയുടെ ഭാഗമാക്കും. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ 2023 PT തോമസ് പുരസ്കാരം ലഭിച്ചത്. ഉത്തരം പ്രൊഫസർ M. മാധവ് ഗാഡ്ഗിൽ. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം അടുത്തിടെ ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം. ഉത്തരം കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടർ. ഉത്തരം വിഭ. 2023 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത്. ഉത്തരം മാഞ്ചസ്റ്റർ സിറ്റി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ വേദി. ഉത്തരം തൃശൂർ. 2023 കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത്. ഉത്തരം കലാമണ്ഡലം ഗോപി. 2024 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി. ഉത്തരം അസർബൈജാൻ. 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയ്ക്കുകയും 100 വിക്കറ്റുകൾ നേടുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരം. ഉത്തരം ദീപ്തി ശർമ്മ. കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ രാജിവെച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി. ഉത്തരം എലിസബത്ത് ബോൺ. ഫ്രാൻസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. ഉത്തരം ഗബ്രിയേൽ അത്താൽ. ഇറച്ചിക്കായി പട്ടികളെ കശാപ്പ് ചെയ്യുന്നതും വളർത്തുന്നതും വിൽക്കുന്നതും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം. ഉത്തരം ദക്ഷിണ കൊറിയ. ഇതോടെ 2024 ജനുവരി 27 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ സെപ്പറേറ്റ് വീഡിയോ പിന്നീട് ഇടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.